സംഭവം എങ്ങനെയായിരുന്നു? ജോലിക്ക് കയറുന്നതിന് അരമണിക്കൂർ മുമ്പാണ് സംഭവം നടന്നത്. ചാത്തമ്പാറയുടെ മോളിൽ പാറ പൊട്ടിക്കാനുള്ള വെടിയുടെ ശബ്ദം കേട്ടു. സിഗ്നൽ കൊടുത്ത് ആളുകളെ മാറ്റിയിട്ടേ പാറ പൊട്ടിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. നിയമം പോലെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? അത് കോൺട്രാക്ടറുടെ തെറ്റാണ്. എന്നിട്ട് വെടിപൊട്ടി നിമിഷം കഴിഞ്ഞപ്പോൾ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് മണ്ണും പാറയും താഴേക്ക് വീണു. ജോലിക്കാരെല്ലാവരും കൂടി ഒരു 100-100 പേരെങ്കിലും കാണും. 34 ശവമെടുത്തു. മണ്ണിനടിയിൽ ഇനിയും ശവങ്ങൾ കാണണം. പ്രശ്നം തികച്ചും ഗൗരവമുള്ളതാണ്. പരേതർക്ക് ബന്ധമുള്ളവരാരുണ്ട്? എന്റെ അനുശോചനം അറിയിച്ചിട്ട് മരിച്ച മറ്റാളുകളുടെ വീടുകളിലും പോകണമല്ലോ. ഇവർക്കൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അനുശോചനം കേൾക്കാനും വേണ്ടി പ്രായമായിട്ടില്ല. ഇരിക്കുന്നതാണ്. അതിനി ആരുമില്ല. മുനിസിപ്പാലിറ്റി നടത്തുന്ന യാചക കേന്ദ്രത്തിലേക്ക് അയച്ചേക്കൂ. ഞാൻ ലെറ്റർ തരാം. ഞാൻ മിനിസ്റ്ററെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പുള്ളി സർക്കിട്ടിലാണ്. കളക്ടറെ കോൺടാക്ട് ചെയ്ത് കുട്ടിക്ക് അടിയന്തര സഹായം വല്ലതും കൊടുപ്പിക്കാം. ഉടനെ തന്നെ യാചക കേന്ദ്രത്തിലേക്ക് അയച്ചേക്കും. കൊച്ചെ, നിനക്ക് ആരുമില്ലെന്ന കാര്യം ഓർമ്മ വേണം. യാചക കേന്ദ്രത്തിലാവുമ്പോ തിന്നാൻ വല്ലതും കിട്ടും. ഞാൻ പോവില്ല, എങ്ങും പോവില്ല. കൊച്ചമ്മേ, എന്നെ എങ്ങും അയക്കല്ലേ.